നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. 95 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ജി സുധാകരന് പിന്തുണ. അമ്പലപ്പുഴയിൽ കോൺഗ്രസിന് റിബൽ. നിയമസഭയിലേക്കില്ല. എംപി സ്ഥാനത്ത് തൃപ്തനെന്ന് MK രാഘവൻ. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ. ഉദുമയിൽ പ്രദീപ് കുമാർ. കാസർഗോഡ് ജില്ലയെ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക. 5 കൊല്ലവും കൂടെയുണ്ടാകും. ഉറപ്പുമായി PK ശശി. വാർത്തകൾ വിശദമായി. കലഹങ്ങൾക്കും തർക്കങ്ങൾക്കുമിടെ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. ആകെ 95 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. പാർട്ടിക്കകത്ത് പ്രശ്നമില്ലെന്ന് നേതാക്കൾ. അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. 9 വനിതകളടക്കം 55 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തർക്കമണ്ഡലങ്ങൾ ഒഴിച്ചിട്ടാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ UDF പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് റിബൽ നീക്കം. യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ മണ്ഡലം സെക്രട്ടറി ഷാനു ബൂട്ടോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഉടൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമെന്ന് ഷാനു ബൂട്ടോ. മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നീക്കം. ജി സുധാകരന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച് KPCC ജനറൽ MJ ജോബ് രാജിവെച്ചിരുന്നു. ജി സുധാകരൻ നടത്തിയ പിണറായി പുകഴ്ത്തലും അമ്പലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. MP സ്ഥാനത്തിൽ താൻ തൃപ്തനാണെന്നും മറ്റു വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും കോഴിക്കോട് MP MK രാഘവൻ. നിലവിലെ സ്ഥാനത്തിൽ താൻ കംഫർട്ടബിൾ ആണ്. ഇനിയും 3 വർഷം MPയായി കാലാവധിയുണ്ട്. MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ എന്നതിൽ ഹൈക്കമാൻഡ് ആണ് തീരുമാനം എടുക്കേണ്ടതെന്നും MK രാഘവൻ പറഞ്ഞു. മത്സരിക്കണമെന്ന് താൻ പറഞ്ഞില്ല. MLA സ്ഥാനത്തിനായി സീറ്റ് ചോദിച്ചിട്ടില്ല. UDFനെ അധികാരത്തിൽ തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും MK രാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ പരിഗണിക്കുന്നുവെന്ന് സൂചന. ഉദുമയിൽ പ്രദീപ് കുമാറിന്റെ പേരാണ് ഉയരുന്നത്. കാസർഗോഡ് ജില്ലയെ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക. ജില്ലയിൽ ഉദുമ, തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ പേരുകൾ ഒഴിവാക്കിയാണ് കോൺഗ്രസ് ഇന്നലെ 55 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടത്. ഇരു മണ്ഡലങ്ങളിലും കലഹം തീർന്നില്ലെന്നതിന്റെ തെളിവ് കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ വൈകൽ. അതേസമയം എൽദോസ് കുന്നംപള്ളിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പൂർണ്ണ സമയവും താൻ കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് PK ശശി. ശ്രീകൃഷ്ണപുരത്ത് നടന്ന കോൺഗ്രസ് പ്രവർത്തക യോഗത്തിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരോട് PK ശശി ഇക്കാര്യം പറഞ്ഞത്. ഞാൻ പൂർണ്ണമായും നിങ്ങളുടെ കൂടെയുണ്ടാകും. എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ വാക്ക് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും എന്നതാണ്. 5 കൊല്ലക്കാലത്തേക്ക് നിങ്ങൾ എന്നെ നിയോഗിച്ചാൽ ആ 5 കൊല്ലം പൂർണ്ണമായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. അതിനേക്കാൾ അപ്പുറമുള്ള ഒരു വാഗ്ദാനത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല, PK ശശി പറഞ്ഞു.